അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ അഭിക്കിട്ട് നല്ല ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. എന്തിനാണ് നമ്മുടെ മുത്തശ്ശൻ അഭിയെ തല്ലിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. കാരണം ഇന്നലത്തെ എപ്പിസോഡ് കണ്ട എല്ലാവർക്കും അത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ റിവ്യൂവിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ എല്ലാവരെയും ഇങ്ങനെ ചോദ്യം ചെയ്യാനായിട്ട്, എല്ലാവരെയൊന്നും അല്ല, നമ്മുടെ അഭിയെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അഭി വരച്ചതല്ല, നമ്മുടെ നവ്യ സ്ഥാപിക്കുകയാണ്. നമ്മുടെ മുത്തശ്ശനോട് പറയുകയാണ്, ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ അനിയത്തിയാണ് ഈ പറയുന്ന ഈ ചിത്രം വരച്ചത്, അപ്പോൾ ഈ ഡിസൈനൊക്കെ ചെയ്തത് നെക്ലസിൻ്റെ ഡിസൈനിൻ്റെ കാര്യമാണ് കേട്ടോ, അത് ചെയ്തത് എൻ്റെ അനിയത്തിയാണ്, അല്ലാതെ അഭിയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിക്ക് എനിക്ക് സമ്മതമല്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ്, അത് ശരിയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നവ്യ തീർത്തും പറയുകയാണ്, അതാണ് ശരി, അതാണ് സത്യം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ആദർശിനെ മുത്തശ്ശൻ പറഞ്ഞു വിടുകയാണ്. പോയി നയനയോട് പോയി കാര്യം സംസാരിച്ചിട്ട് വരാനായിട്ട് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ നമ്മുടെ ആദർശി ചെന്നിട്ട് ചോദിക്കുമ്പോൾ നയന സത്യസന്ധമായിട്ട് ഉത്തരം പറയുകയാണ്. അങ്ങനെ നമ്മുടെ ആദർശ് നയനയും കൂട്ടി താഴേക്ക് വരികയാണ്. ഇത്രയും കാര്യങ്ങളായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ മുത്തശ്ശൻ നയനയോട് ചോദിക്കണം, നയന മോളെ, നീ തന്നെയാണോ ശരിക്കും പറഞ്ഞാൽ അത് വരച്ചത്? എനിക്ക് നീ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസമാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നയന പറയുകയാണ്, അതേ മുത്തശ്ശ, ഞാൻ തന്നെയാണ് വരച്ചത്. നീയാണ് വരച്ചതെങ്കിൽ എന്തുകൊണ്ടാണ് അത് പറയാതെ ഒളിച്ചു വെച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നയന പറയുകയാണ്, മുത്തശ്ശ, അത് ഒളിച്ചു വെച്ചതിന് പിന്നിൽ മറ്റൊന്നുമല്ല, ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ വിദേശ ക്ലയൻറ്റ് വന്നു, ഇതുപോലെയുള്ള ഡിസൈൻ കൊടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ എല്ലാവരും ആശയക്കുഴപ്പത്തിലായിരുന്നു. അപ്പോൾ ആ സമയത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വരച്ച് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആദർശേട്ടൻ എന്നെ കളിയാക്കുന്നത് പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെക്കൊണ്ട് അതിന് സാധിക്കില്ല എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് അത് വേണ്ടാന്ന് തോന്നി. പിന്നീട് എൻ്റെ അമ്മയും ചേച്ചിയും കൂടി എന്നെ നിർബന്ധിച്ചതാണ്. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ നോക്കുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് നല്ല സങ്കടം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ആദർശേട്ടനും അച്ഛനും അതുപോലെ തന്നെ മുത്തശ്ശനും ഒക്കെ നല്ല വിഷമത്തിലിരിക്കുന്ന ഞാൻ കണ്ടു. അപ്പോൾ പിന്നെ ഞാൻ കരുതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. ചിലപ്പോൾ പറ്റിയില്ലെങ്കിലോ, അഥവാ ശരിയായില്ലെങ്കിൽ എന്നെ ആദർശേട്ടൻ കളിയാക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സത്യം അന്നേരം പറയാതിരുന്നത് രഹസ്യമായിട്ട്. അതുകൊണ്ടാണ് ഈ പടം ഇവിടെ കൊണ്ടുവച്ചത് എന്നുള്ള കാര്യം നമ്മുടെ നയന വ്യക്തമാക്കുകയാണ്. അപ്പോൾ നമ്മുടെ നവ്യ പറയുകയാണ്, അതാണ് മുത്തച്ഛ സത്യം, അമ്മയോട് ചോദിച്ചു നോക്കൂ. അല്ലേ അമ്മേ, ഇതല്ലേ അമ്മേ സത്യം എന്നിങ്ങനെ നവ്യ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കനക പറയുകയാണ്, അതേ മൂർത്തി സാറേ, എൻ്റെ മോളെ ഞാനും നവ്യ മോളും കൂടി നിർബന്ധിച്ചത് കൊണ്ടാണ് അവൾ ഡിസൈൻ വരച്ചത് എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് നവ്യ പറയുകയാണ്, ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ആരും കാണാതെ ഇവിടെ ഈ ടേബിളിൻ്റെ പുറത്ത് മറ്റു ഡിസൈൻ്റെ ഇടയ്ക്ക് കൊണ്ടുവച്ചത് ഞാനാണ് മുത്തശ്ശ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനിയോട് നമ്മുടെ മുത്തശ്ശൻ പറയുകയാണ്, ദേവേ, ഒരു കാര്യം ചെയ്യ്, അഭിയോടും അവൻ്റെ അമ്മയോടും ഇങ്ങോട്ട് വരാൻ പറയുക എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ദേവയാനി എഴുന്നേൽക്കുകയാണ്. അവരെ വിളിക്കാൻ പോകാനായിട്ട് എഴുന്നേൽക്കുകയാണ്. നോക്കുമ്പോൾ അവർ താഴേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ അവർ വരുന്ന കാണുമ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി പറയാണ്, ദേ രണ്ടാളും വന്നിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്താ മുത്തശ്ശ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ് നമ്മുടെ അഭി. ശരിക്കും പറയുകയാണെങ്കിൽ അവരമ്മയും മോനും കൂടി പാർട്ടിക്ക് പോകാനൊക്കെ ആയിട്ട് അണിഞ്ഞൊരുങ്ങി സെറ്റായിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ ചോദിക്കുകയാണ്, എടാ അഭി, ഇത് നിനക്ക് സത്യം പറയാനുള്ള അവസാനത്തെ ചാൻസാണ്. ഞാൻ അവസാനമായിട്ട് ചോദിക്കുകയാണ്, ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഓർണമെൻറ്റ്സിൻ്റെ ഡിസൈൻ ചെയ്തത് നീ തന്നെയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അഭി പറയാണ്, എന്താ മുത്തശ്ശ ഇത്ര വലിയ സംശയം, ഞാൻ തന്നെയാണ് ചെയ്തത്. നീ എങ്ങനെയാടാ ചെയ്തത്? അത് പിന്നെ ഞാൻ നെറ്റിൽ നോക്കി സെർച്ച് ചെയ്തതാണ് മുത്തശ്ശ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുണ്ട്, നിൻ്റെ ഭാര്യ പറയുന്നുണ്ടല്ലോ, നിൻ്റെ ഭാര്യയും അതുപോലെ നയനമോളും അവളുടെ അമ്മയും പറയുന്നുണ്ടല്ലോ ഈ ഡിസൈൻ ചെയ്തത് നയനമോളാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഉടനെ നമ്മുടെ ജലജ പറയണം, അവളുമാരല്ലെങ്കിലും അങ്ങനെയല്ലേ പറയൂ, എൻ്റെ മോനെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കാൻ കിട്ടുന്ന ഒരവസരവും അവൻ്റെ ഭാര്യയെന്ന് പറയുന്നവള് പാഴാക്കി കളയില്ലല്ലോ. ഇവർക്കൊക്കെ അല്ലെങ്കിലും എൻ്റെ മോനോട് പകയാണ്. പോരെങ്കിൽ അവളൊരു കള്ളത്തരം കാണിച്ചില്ലേ, അതായത് പാഡ് വെച്ച് നടന്ന കേസ് കേട്ടാണ് പറയുന്നത്. അങ്ങനെ അവളൊരു കള്ളത്തരം കാണിച്ചില്ലേ, അതിനുശേഷം എൻ്റെ മോൻ അവളോട് അത്ര അടുപ്പത്തിലൊന്നുമല്ല, അതിൻ്റെ കലിപ്പ അവൾ തീർക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ജലജ. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയണേ, ജലജെ, നീ ഇപ്പോൾ കൂടുതൽ സംസാരിക്കേണ്ട, ഇവിടെ സംസാരിക്കേണ്ടത് അഭിയാണ്. അഭി, നീ തന്നെയാണോ വരച്ചത്? അതേ മുത്തശ്ശൻ, ഞാൻ തന്നെയാണ് വരച്ചത്. ഉറപ്പാണല്ലോ? അതെ.
അങ്ങനെ ഉറപ്പാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇനി ആ ഡിസൈൻ ഒന്നും കൂടെ വരയ്ക്കുന്നതിൽ നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അത് മുത്തശ്ശ, ഒരു തവണ വരയ്ക്കുന്ന ഡിസൈൻ വീണ്ടും വരയ്ക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. അതെന്തുകൊണ്ടാണ് പറ്റാത്തത്? അതുപോലെ ആവില്ല മുത്തശ്ശ. അതിന് കുഴപ്പമില്ല, അതുപോലെ ആയില്ലെങ്കിലും അതിനടുത്തൊക്കെ ഏകദേശമൊക്കെ ഒപ്പിക്കാൻ പറ്റുമല്ലോ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അഭി പറയാണ്, അത് പിന്നെ ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് വരച്ചത്, അതുകൊണ്ട് എനിക്ക് നെറ്റിൽ സെർച്ച് ചെയ്യേണ്ടി വരും എന്നിങ്ങനെ പറയാണ്. അപ്പോൾ എന്നിട്ട് നമ്മുടെ ദേവയാനി ചോദിക്കുകയാണ്, നമ്മുടെ നയനയോട് ചോദിക്കുകയാണ്, ഇനി നയനെ നിന്നെക്കൊണ്ട് പറ്റുമോ അതുപോലെ വരയ്ക്കാൻ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നയന പറയാണ്, എന്നെക്കൊണ്ട് പറ്റുമെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അത്രയും ഒത്തൊന്നും വരില്ല, ആദ്യം വരച്ചതിൻ്റെ അത്രയും ചിലപ്പോൾ ഒത്തൊന്നും വരില്ല, എന്നാലും അതിൻ്റെ അടുത്തൊക്കെ നിൽക്കുന്ന രീതിയിൽ വരയ്ക്കാൻ എന്നെക്കൊണ്ട് പറ്റും. അതുമാത്രമല്ല ചിലപ്പോൾ രണ്ടാമത് വരയ്ക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ മനോഹരമായിട്ട് വരയ്ക്കാനും പറ്റിയെന്ന് വരും എന്നിങ്ങനെ നയന പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ആദർശനും ജയനും നന്നായിട്ട് മനസ്സിലാവുകയാണ് അത് നയന തന്നെയാണ് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഉറപ്പാവുകയാണ്. അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ നമ്മുടെ ആദർശിനോട് പറയുകയാണ്, ആദർശ് വേഗം രണ്ടാൾക്കും വരയ്ക്കാനുള്ള പേനയും പേപ്പറൊക്കെ കൊണ്ടുവരൂ എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ആദർശ് പോയി പേനയും പെൻസിലൊക്കെ കൊണ്ടുവരികയാണ്. അങ്ങനെ 2 പേരുടെയും കയ്യിലായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അഭി നേരെ മുറിയിലേക്ക് കയറി പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ്, അല്ല നീ ഇതെങ്ങോട്ട് പോവുകയാണ്? അല്ല ഏട്ടാ, ഞാനിത് വരച്ചിട്ട് വരാം. അങ്ങനെ നീ ഇപ്പോൾ എങ്ങും പോയിരുന്ന് വരയ്ക്കണ്ട, ദേ ഇവിടെ ഇരുന്ന് അങ്ങോട്ട് വരച്ചേച്ചാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നയനയും ഒരിടത്തിരുന്ന് വരയ്ക്കുകയാണ്. തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ അഭിയും ഇരുന്ന് വരയ്ക്കുകയാണ്. ശരിക്കും അഭി പേനയും ശരിക്കുകയാണെങ്കിൽ പേപ്പറും ഒക്കെ എടുത്തിട്ട് ബബബ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അഭിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒന്നും വരയ്ക്കാൻ അറിയാൻ പറ്റുന്നില്ല. ജലജയാണെങ്കിൽ നിന്ന് വിയർക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ മുത്തശ്ശൻ ചോദിക്കുകയാണ്, എന്താ അഭി നീ ഇങ്ങനെ കുത്തിക്കുറിച്ചുകൊണ്ടിരിക്കുന്നത്, നീ എന്താ ഡിസൈൻ ചെയ്യാത്തത്? മുത്തശ്ശ, അത് പിന്നെ ഞാൻ ലാപ്ടോപ്പിൽ നോക്കിയല്ലേ ചെയ്തത്, അതുകൊണ്ട് ഞാൻ മുറിയിൽ പോയി ലാപ്ടോപ്പിൽ നോക്കി ചെയ്തിട്ട് വരാം എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ആദർശ് പറയണം, നീ അങ്ങനെ മുറിയിൽ പോയി കഷ്ടപ്പെടണ്ട, ലാപ്ടോപ്പ് നിനക്ക് ഞാൻ ഇവിടെ കൊണ്ടുതരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദർശ് പോയി ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുകയാണ് നമ്മുടെ അഭിക്ക്. അതേ സമയത്ത് നമ്മുടെ നയന ഉണ്ടല്ലോ വരച്ച് തകർക്കുകയാണ്, അവിടെ ഇരുന്ന് വരച്ച് മരിക്കുകയാണ് നമ്മുടെ നയന. അപ്പോൾ നമ്മുടെ കനക ചോദിക്കുകയാണ്, മോളെ ശരിയാവുന്നുണ്ടല്ലോ അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. കുഴപ്പമില്ലമ്മേ, എന്തായാലും കഴിഞ്ഞ തവണ വരച്ചതിനേക്കാളും ഈസി ആയിട്ട് എനിക്ക് ഇത്തവണ വരയ്ക്കാൻ പറ്റും, കാരണം ഒരു തവണ വരച്ചത് കൊണ്ട് അതിനെക്കുറിച്ച് നല്ലൊരു ധാരണയുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നയന വരയ്ക്കുകയാണ്. അങ്ങനെ നമ്മുടെ നയന പെട്ടെന്ന് തന്നെ വരച്ച് ഫിനിഷ് ചെയ്യുകയാണ്, എന്നിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നയന വരച്ച ഡിസൈൻ നമ്മുടെ മുത്തശ്ശനും ജയനും ആദർശും ഒക്കെ പരിശോധിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ അഭി വരച്ചതും പരിശോധിക്കുകയാണ്. അപ്പം തന്നെ അവർക്ക് കാര്യം പിടികിട്ടി ആരാണ് തെറ്റുകാരി എന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശൻ പറയുകയാണ്, അമ്മയും മോനും നാക്കെടുത്താൽ നുണയല്ലാതെ പറയില്ല. എടാ, ഇത് എത്രാമത്തെ തവണയാണ് നീ ഈ കള്ളത്തരം കാണിക്കുകയും കള്ളം പിടിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നത്? നിനക്ക് നാണമില്ലേടാ വീണ്ടും വീണ്ടും എൻ്റെ മുഖത്ത് നോക്കി കള്ളത്തരം കാണിക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനുണ്ടല്ലോ രണ്ടോ അങ്ങ് അടിച്ച് വിട്ട് കൊടുക്കുകയാണ്. ആട്ടിക്കൊണ്ടിട്ട് നമ്മുടെ അഭിയുടെ മുഖം ഉണ്ടല്ലോ ഇങ്ങനെ അങ്ങ് ആയി പോവുകയാണ്. അപ്പോൾ അഭിയാണെങ്കിലുണ്ടല്ലോ ആ മുഖം വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ അഭി. അപ്പോൾ ആ സമയത്തിന് മുത്തശ്ശൻ പറയണേ, എടാ നാണം കെട്ടവനെ, ഇത് എത്രാമത്തെ തവണയാണ് നിന്നെ തല്ലി തല്ലി എനിക്ക് തന്നെ നാണക്കേടായിരിക്കുകയാണ് എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം ജലജയോട് പറയണേ, ജലജയെ നീയാണ് നിൻ്റെ മകന് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഈ അടി അഭിക്ക് മാത്രമല്ല നിനക്കും കൂടെ അർഹതപ്പെട്ടതാണ്. പക്ഷേ നിനക്ക് ഇത്രയും പ്രായമായില്ലേ, അതുകൊണ്ട് ഞാൻ നിനക്ക് തരുന്നില്ല, അതിനും കൂടി ചേർത്താണ് നിൻ്റെ മകന് കൊടുത്തിരിക്കുന്നത് എന്നിങ്ങനെ മുത്തശ്ശൻ പറയുകയാണ്. അപ്പോൾ ശരിക്കും ജലജയാണെങ്കിൽ ഇങ്ങനെ വിളറി വെളുത്ത് ആകെ നാണം കെട്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ജയൻ ചോദിക്കുകയാണ്, എന്തിനു വേണ്ടിയാണടാ നീ ഈ കള്ളത്തരമൊക്കെ കാണിക്കുന്നത്? നിനക്ക് സത്യസന്ധമായിട്ട് ജീവിച്ചുകൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ആദർശ് ചോദിക്കുകയാണ്, എടാ നീ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നിൻ്റെ ഈ കള്ളത്തരത്തിൽ വിശ്വസിച്ച് ഈ കമ്പനിയുടെ സ്ഥാനമൊക്കെ നിനക്ക് തന്നിരുന്നെങ്കിൽ നീ ഈ കമ്പനി കട്ടുമുടിക്കില്ലായിരുന്നാടോ എങ്ങനെ ചോദിക്കുകയാണ്. കട്ടുമുടിക്കില്ലയോടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ആദർശ്. അത് കേട്ടിട്ട് നമ്മുടെ അഭി ആകെ ചിറഞ്ഞു പിടിച്ചിങ്ങനെ കള്ള ലക്ഷണത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അത് കണ്ടിട്ട് നമ്മുടെ കനകത്തിനൊന്നും ഒട്ടും ദഹിക്കുന്നില്ല, അത് കണ്ടിട്ട് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നമ്മുടെ മുത്തശ്ശൻ നേരെ നമ്മുടെ നയനയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് നയന മോളുടെ ഇങ്ങനെ ശിരസിലൊക്കെ ഇങ്ങനെ തലയോടുകയാണ് മുത്തശ്ശി. അതിനുശേഷം പറയണം, മോളെ നയനെ, ശരിക്കും പറയുകയാണെങ്കിലുണ്ടല്ലോ നീ ആദർശിൻ്റെ പുണ്യമാണ്. ആദർശിൻ്റെ മാത്രമല്ല ഈ അനന്തപുരിയിലെ തന്നെ പുണ്യമാണ് നീ ഈ വീടിൻ്റെ മഹാലക്ഷ്മിയാണ് എന്നിങ്ങനെ പറയുകയാണ്. അതിവിടെ ചിലർക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളതേ ഉള്ളൂ എന്നിങ്ങനെ ദേവയാനിയെ നോക്കി പറയുകയാണ്.
ഇവിടെ ചിലർക്കൊന്നും അത് മനസ്സിലാവുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നീ ഈ വീടിൻ്റെ ഐശ്വര്യമാണ് മോളെ, ഇതൊക്കെ പതുക്കെ പതുക്കെ ഇവർക്കൊക്കെ അത് ബോധ്യപ്പെട്ടോളും എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ മുത്തശ്ശൻ പറയുകയാണ്, ഇന്ന് നമ്മൾ നടത്താനിരുന്ന പാർട്ടി ഉണ്ടല്ലോ, ക്യാൻസൽ ചെയ്തിട്ടില്ല. ഇന്ന് ആ പാർട്ടി നമ്മൾ നടത്തുന്നു. അത് ഇവൻ്റെ സ്ഥാനത്ത് അഭിയുടെ സ്ഥാനത്ത് അത് നയനമോൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാർട്ടി ഇവിടെ നടത്തുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നയന പറയണ, വേണ്ട മുത്തശ്ശ, ഇന്ന് എന്തായാലും ഇനിയിപ്പോൾ നടത്തണ്ട, ഇന്നിപ്പോൾ ആകെ എല്ലാവരും വിഷമിച്ചിരിക്കുകയല്ലേ, ഇന്ന് നടത്തണ്ട എന്നിങ്ങനെ നയന പറയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയണ, വേണ്ട മോളെ, ഇന്ന് നടത്താമെന്ന് തീരുമാനിച്ചാൽ ഇന്ന് തന്നെ നടത്തണം. പക്ഷേ അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ പാർട്ടിയിൽ ഇവനും ഇവളും മാത്രം പങ്കെടുക്കുന്നില്ല. അതായത് അഭിയും ജലജയും മാത്രം ആ പാർട്ടിയിൽ പങ്കെടുക്കണ്ട എന്നാണ് മുത്തശ്ശൻ പറയുന്നത്. അങ്ങനെ നമ്മുടെ അഭിക്കും ജലജയ്ക്കും അത് വല്ലാത്ത ക്ഷീണമാവുകയാണ്. അങ്ങനെ അവർ എന്താ പറയുന്നത്, കുന്തം മെഴുകിയണക്ക് അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം നമ്മുടെ നയന ഇങ്ങനെ പോവുകയാണ്, സിറ്റൗട്ടിൽ ഇറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആദർശ് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ആദർശ് ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്തിനാ നീ വീണ്ടും വീണ്ടും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഒളിച്ചു വെക്കുന്നത്? നിനക്ക് എന്തുണ്ടെങ്കിലും തുറന്നു പറഞ്ഞൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നയന പറയുകയാണ്, ഞാനെന്തിനാ തുറന്നു പറയുന്നത്? ആദർശേട്ടന് നന്നായിട്ട് അറിയാമല്ലോ ഞാൻ അത്യാവശ്യം വരയ്ക്കുമെന്ന്. എന്നിട്ട് ഞാൻ അന്ന് വരയ്ക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ആദർശേട്ടൻ എന്നെ കളിയാക്കുകയല്ലേ ചെയ്തത്, എന്നെ ഇടിച്ചു താഴ്ത്തിയല്ലേ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചത്. പിന്നീട് വരച്ച ശരിയായില്ലെങ്കിൽ ആദർശേട്ടൻ പിന്നെ അത് പറഞ്ഞു എന്നെ കളിയാക്കും, അതുകൊണ്ട് ഞാൻ പറയാതിരുന്നതാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആദർശ് പറയാണ്, അത് ശരിയാണ് നയനെ, പക്ഷേ എന്നിരുന്നാലും അത് വരച്ച് ശരിയായി അതിനെ ക്ലയൻറ്റിന് ഇഷ്ടപ്പെട്ട ആ ഒരു അവസ്ഥയിലെങ്കിലും നിനക്കത് തുറന്നു പറഞ്ഞുകൂടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നയനെ ചോദിക്കുകയാണ്, അത് ഞാൻ എങ്ങനെ പറയാനാണ് ആദർശേട്ടാ, ഞാൻ എങ്ങനെ പറയാനാണ്? ഞാൻ നോക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമായി, അത് ക്ലയൻറ്റിന് ഇഷ്ടപ്പെട്ട് ആ കോടികളുടെ ആ ബിസിനസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ മുത്തശ്ശനും ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും വലിയ സന്തോഷമായി. ഞാൻ ആഗ്രഹിച്ചതും ആ സന്തോഷം മാത്രമാണ്. പിന്നെ അതിൻ്റെ മുന്നിൽ ഞാൻ എന്തിനാ ഇതൊക്കെ വിളിച്ച് പറയുന്നത്, അതിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി എന്നിങ്ങനെ പറയണം. അപ്പോൾ ആദർശ് പറയണം, നീ കഷ്ടപ്പെട്ടതിൻ്റെ ക്രെഡിറ്റ് അഭിക്ക് കൊടുക്കേണ്ട ആവശ്യം എന്താണ്? അതേസമയം നീ ഇതിൻ്റെ ക്രെഡിറ്റ് എനിക്കാണ് കൊടുത്തിരുന്നെങ്കിൽ ഞാൻ അതിലൊന്നും പറയില്ലായിരുന്നു. ഒരുപക്ഷെ ഞാനത് തീരെ മൈൻഡ് പോലും ചെയ്യില്ലായിരുന്നു. കാരണം അർഹതപ്പെട്ടവർക്ക് കൊടുത്തിരുന്ന കുഴപ്പമില്ല, ഒരു അർഹതയും ഇല്ലാത്ത അഭിക്ക് അത് ചെയ്തത് ഒട്ടും ശരിയായില്ല. അത് നിൻ്റെ ഭാഗത്തിലെ ഏറ്റവും വലിയ തെറ്റാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ മുത്തശ്ശനും ഞങ്ങളും എല്ലാവരും കൂടി ചേർന്നിട്ട് 3-4 ബ്രാഞ്ച് അവന് കൊടുക്കാമെന്ന് തീരുമാനിച്ച് വെച്ചിരിക്കുകയായിരുന്നു ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ. അപ്പോഴത്തേക്കിനും നമ്മളത് കൊടുത്തിരുന്നെങ്കിൽ കള്ളൻ്റെ കയ്യിൽ താക്കോൽ കൊടുക്കുന്ന പോലെ ആവില്ലായിരുന്നോ, അവൻ ഈ കമ്പനി മുടിപ്പിക്കില്ലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇതുപോലുള്ള തെറ്റുകളും വീഴ്ചകളും നീ വരുത്തുന്നത് കാരണമാണ് നിന്നെ ശരിക്കും എനിക്ക് മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തത് എന്നിങ്ങനെ പറയുകയാണ് ആദർശ്. നിൻ്റെ ഈ കള്ളം പറയുന്ന സ്വഭാവം നീ ഇനിയെങ്കിലും മാറ്റണം എന്നിങ്ങനെ ആദർശ് പറയുകയാണ്. അപ്പം നയന പറയണ, ആദർശേട്ടാ, അതിനുവേണ്ടി ഞാൻ കള്ളമൊന്നും പറയാറൊന്നുമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആകെ പാടെ കള്ളം പറഞ്ഞത് ചേച്ചിയുടെ ആ ഒരു കാര്യമാണ്. അത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതുമാണല്ലോ. പക്ഷേ ആദർശേട്ടനാണെങ്കിൽ എപ്പോഴും അത് മനസ്സിൽ വെച്ചാണ് പെരുമാറുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുകയാണ്, ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നീ സത്യസന്ധമായിട്ട് എന്നോടെങ്കിലും തുറന്നു പറയണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് ആദർശിനോട് അപ്പം നയന പറയണേ, ഞാൻ അങ്ങനെയുള്ള ഒരു ക്രെഡിറ്റും ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാഞ്ഞത് എന്നിങ്ങനെ നയന പറയാണ്. അപ്പോൾ ആദർശ് പറയുകയാണ്, നീ ക്രെഡിറ്റ് ആഗ്രഹിച്ചു പോലും ഇല്ലോലും, പിന്നെ നീ അത്ര വലിയ ത്യാഗിയൊന്നും ആവാൻ നിൽക്കണ്ട, അർഹതപ്പെട്ടവർക്ക് പാത്രം അറിഞ്ഞ് കൊടുക്കാവുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ആദർശ് പറയുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ആദർശ് ചോദിക്കുകയാണ്, അല്ല നിനക്കിതിന് പകരമായിട്ട് എന്താ വേണ്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം നയന ചോദിക്കുകയാണ്, എന്താ വേണ്ടതെന്നോ, എനിക്കൊന്നും വേണ്ട, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നീ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നീ ഇത്രയും നല്ല ഡിസൈൻ നീ ഒപ്പിച്ചു തന്നത്. അതിൻ്റെ പേരിൽ നമ്മുടെ ജ്വല്ലറിക്ക് കൂടുതൽ അഭിമാനമാണ് ആയത്. നമ്മുടെ കുടുംബത്തിനും നല്ല അഭിമാനമാണ് അതുവഴി ഉണ്ടായത്. അതുമാത്രമല്ല കോടികളുടെ ബിസിനസ്സാണ് നടന്നതും. വിദേശത്ത് നമ്മുടെ കമ്പനിക്ക് ഏറ്റവും നല്ല മാർക്കറ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും നല്ല ഒരു ലാഭം ഉണ്ടാക്കി തന്ന നിനക്ക് എന്താണ് വേണ്ടത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നയന പറയാണ്, എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ എനിക്കൊരെണ്ണം വേണം, അത് ആദർശേട്ടൻ തരുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയണേ, എന്താണെങ്കിലും നീ പറയേ, അത് എനിക്ക് ആദർശേട്ടൻ്റെ സ്നേഹമാണ് വേണ്ടുന്നത്, അതിനപ്പുറത്തോട്ട് എനിക്കൊന്നും വേണ്ട എന്നിങ്ങനെ പറയണം. അപ്പോൾ ആദർശ് പറയണം, നയനെ
നയനെ, ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് മാനസികമായിട്ട് നിന്നോട് എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് നിന്നെ ഒരിക്കലും ഭാര്യയായിട്ട് സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറയണം. അപ്പം നയന പറയണ, ആദർശേട്ടന് എന്നെ അങ്ങനെ ഒരിക്കലും കാണാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ആദർശേട്ടൻ എന്നെ ഒന്ന് സ്നേഹിച്ചുകൂടെ? സ്നേഹത്തോടു കൂടി ആദർശേട്ടനെ എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചുകൂടെ? ഞാനത് ആഗ്രഹിക്കുന്നത് ഒരു തെറ്റാണോ? എൻ്റെ ഭർത്താവിൽ നിന്ന് ഞാൻ അത്രയെങ്കിലും ആഗ്രഹിക്കണ്ടേ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ നയന. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ആദർശ് പറയാണ്, പറ്റില്ല നയനെ, അതിന് എന്തുകൊണ്ടോ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. വിവാഹത്തിന് മുമ്പും ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടില്ല, എന്നാൽ വിവാഹത്തിന് ശേഷവും അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. എനിക്ക് എന്തുകൊണ്ടാണെന്നറിയില്ല, നിന്നോട് എനിക്ക് മാനസികമായിട്ട് പൊരുത്തപ്പെടാനേ പറ്റുന്നില്ല, നിന്നെ ആ ഒരു രീതിയിൽ കാണാനും പറ്റുന്നില്ല എന്ന് പറയുകയാണ് ആദർശ്. അതിന് ഒരിക്കലും മാറുമെന്നും തോന്നുന്നില്ല. കാരണം ഞാനിപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം ദാമ്പത്തിക ജീവിതം എന്ന് പറയുന്നത് ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. വിവാഹമൊക്കെ കഴിയുമ്പോഴത്തേക്ക് 2 കുട്ടികളൊക്കെ ജനിക്കുന്നതോടുകൂടി ആ ജീവിതം തന്നെ വെറുത്ത് തുടങ്ങും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതിനൊരു താല്പര്യവും ഇല്ലെന്ന് പറയുന്നത്. അപ്പോൾ നയന പറയുകയാണ്, അതേക്കുറിച്ചൊന്നും എനിക്കറിയില്ല, ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അന്വേഷിച്ചിട്ടുമില്ല. പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം ഞാൻ ആഗ്രഹിക്കുന്നതിൽ എന്താ ആദർശേട്ടാ തെറ്റ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതിനുശേഷം നയന പറയുകയാണ്, മുത്തശ്ശൻ ഇവിടെ ഉള്ളിടത്തോളം കാലം എനിക്ക് ഈ കുടുംബത്തിൽ നിൽക്കാൻ പറ്റും. മുത്തശ്ശൻ ഇല്ലാതെ വരുന്ന ഒരു സമയത്ത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവേണ്ടി വരില്ലേ എന്നിങ്ങനെ നയന ചോദിക്കുകയാണ്. അതിനുശേഷം നയന പറയുകയാണ്, എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട് ആദർശേട്ടാ, ഞാൻ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാലും ആദർശേട്ടൻ വേറെ വിവാഹമൊന്നും കഴിക്കത്തില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. എന്തായാലും എൻ്റെ കഴുത്തിൽ ഈ താലി ഇപ്പോഴും ഉണ്ടാവും. ആദർശേട്ടൻ കെട്ടിയ ഈ താലി ഒരിക്കലും എൻ്റെ കഴുത്തിൽ നിന്ന് അറ്റു പോവില്ല, അതിന് ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ ഇങ്ങനെ നയന പറഞ്ഞിട്ട് നയന നടന്നങ്ങോട്ട് പോവുകയാണ്. എന്നിട്ട് തിരിഞ്ഞ് നിന്നിട്ട് ആദർശിനോട് പറയണം, ആദർശേട്ടൻ ഈ താലി ഈ കഴുത്തിൽ ഒരു തവണയല്ല കെട്ടിയത്, 2 തവണയാണ് കെട്ടിയത്. എന്നിട്ടും ആദർശേട്ടൻ എന്നെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെന്ന് വെച്ചാൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് നയന കയറി പോവുകയാണ്. ആദർശിന് നല്ല വിഷമത്തോടു കൂടി ആദർശ് ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയം ഉണ്ടല്ലോ, നമ്മുടെ നവ്യ ഇങ്ങനെ ഗഹനമായിട്ട് ആലോചിച്ച് കാലും വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ കനക അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. കനക ചോദിക്കുകയാണ്, എന്താ നവ്യ മോളെ നീ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് അമ്മേ, ഞാൻ നയനെ പറ്റി ആലോചിക്കുകയായിരുന്നു. എന്താ നിനക്ക് അവളെ പറ്റി ആലോചിക്കാൻ? അവൾ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് അമ്മ ചെയ്തിട്ടുള്ളത്. നമുക്ക് മാത്രമല്ല, ഈ കുടുംബത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ടും അവൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവൾ ചെയ്യുന്ന നന്മയ്ക്ക് വേണ്ടിയിട്ട് പകരമായിട്ട് അവൾക്കൊന്നും കിട്ടുന്നില്ല. ശരിക്കും പറയുകയാണെങ്കിൽ അവളുടെ ഭർത്താവിന് അവളോട് കുറച്ചൊക്കെ സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയതായിരുന്നു. പക്ഷെ അപ്പോഴായിരുന്നു എൻ്റെ ആ ഒരു പാഡിൻ്റെ പ്രശ്നം വന്നത്. ഞാൻ ആ പാഡ് വെച്ച് കെട്ടി നടന്ന ആ ഒരു വിഷയം വന്നത്. അത് വന്നതിന് ശേഷമാണ് ആദർശേട്ടൻ ശരിക്കും അവളെ വെറുത്ത് തുടങ്ങിയത്. അതിന് ഞാനൊരു കാരണമായല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ടമ്മേ, അതിൻ്റെ കുറ്റബോധമുണ്ട് എനിക്ക് എന്നിങ്ങനെ നവ്യ പറയുകയാണ്. അപ്പോൾ നമ്മുടെ കനക പറയുകയാണ്, മോളെ നീ അങ്ങനെ കുറ്റബോധപ്പെടുകയൊന്നും വേണ്ട. അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ തെറ്റ് ചെയ്തത് ഞാൻ തന്നെയല്ലേ ആദ്യമായിട്ട് കള്ളം പറഞ്ഞത്. ഞാനല്ലേ പറഞ്ഞത് ഇവിടെ എനിക്ക് ഒരേ ഒരു മോളുള്ളെന്നും നീ മാത്രമാണ് എൻ്റെ മകളെന്നൊക്കെ ഞാനല്ലേ പറഞ്ഞത്. അപ്പോൾ അതോടുകൂടി ഈ കുടുംബത്തുള്ളവർക്ക് നമ്മളോടൊക്കെ ഉള്ള ആ ഒരു വിശ്വാസം ഇല്ലാതാവുകയല്ലേ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ കനക പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നമ്മുടെ കനക പറയാണ്, എൻ്റെ മോളെ, ഇതിന് എല്ലാത്തിനും കാരണക്കാരി ഒരേ ഒരാളാണ്, നിൻ്റെ അമ്മായിയമ്മയില്ലേ ആ ജലജ, അവൾ തന്നെയാണ് ഇതിനൊക്കെ കാരണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ നവ്യ പറയുകയാണ്, അമ്മേ അവർക്കുള്ള ഒരു നല്ലൊരു ശിക്ഷ കൊടുക്കണം. അവർക്ക് ഉണ്ടല്ലേ, അവർ തലച്ചോറിലുണ്ടല്ലോ കറണ്ട് കയറ്റി വിടണം, ഷോക്ക് അടിപ്പിക്കണം, എന്നാലേ ആ തള്ളച്ചിയുടെ കുഴപ്പം മാറുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ കനക പറയാണ്, അത് തന്നെയാണ് ഐഡിയ ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ കനക പറയുകയാണ്, ആ മോളെ, അത് തന്നെ വില, അവരുടെ തലയിൽ നല്ല രീതിയിലൊരു കറണ്ട് കടത്തി വിടാം. അത് കഴിയുമ്പോൾ അവരുടെ ഈ പ്രാന്തൊക്കെ കുറേയൊക്കെ അങ്ങ് മാറും, കുറച്ച് സൈലൻ്റ് ആവും എന്നിങ്ങനെ പറയുകയാണ്. അതിനെന്താ ചെയ്യേണ്ട അമ്മേ, നീ വാ മോളെ, ഞാൻ പറഞ്ഞു തരാം എന്നിങ്ങനെ പറയുകയാണ്. അതിന് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജലജയുടെ ഫോണാണെങ്കിൽ ചാർജിലിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ നവ്യ ചോദിക്കുകയാണ്, എന്താ അമ്മേ കാര്യം, എന്ത് ചെയ്യാനാണ് അമ്മ പോകുന്നത്? എടി മോളെ, ഈ ചാർജ് ഇട്ടിരിക്കുന്ന ഈ മൊബൈൽ ഫോണിനകത്തെ ഒരു പരിപാടിയുണ്ട്. അത് നമ്മൾ ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ, മൊബൈൽ എടുത്ത് ചാർജ് ഇടാൻ തുടങ്ങുമ്പോഴേ ആ ചാർജ് ഇടാൻ പിടിക്കുന്ന ആളിന് ഷോക്ക് അടിക്കും. അങ്ങനെ ഒന്ന് ഷോക്ക് അടിച്ച് കഴിയുമ്പോഴുണ്ടല്ലോ, ഇവക്കുള്ള തലയിൽ ഇത്തിരി വെളിവ് വീഴും. അപ്പോൾ ഉടനെ നമ്മുടെ നവ്യ പറയുകയാണ്,
അമ്മയ്ക്ക് ഈ ബുദ്ധി എന്താ നേരത്തെ തോന്നാതിരുന്നത്? ആ, നല്ല ബുദ്ധികളൊക്കെ ചിലപ്പോൾ പതുക്കെയല്ലേ മോളെ വരുള്ളൂ. എങ്കിൽ ശരി അമ്മേ, നമുക്കത് തന്നെ ചെയ്യാം എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജലജയാണെങ്കിൽ അവിടെ താഴെ ജ്യൂസ് അടിക്കുകയാണ്. നമ്മുടെ കനകയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ നവ്യയ്ക്കും കൊണ്ടുവരാനായിട്ട് പൈനാപ്പിൾ ജ്യൂസ് തയ്യാറാക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയുന്നത്, അപ്പോൾ നമ്മുടെ നവ്യ പറയുകയാണ്, അമ്മേ അവർ താഴെ കിച്ചണിലേക്കാണ്, ഇപ്പോൾ അവർ കയറി വരും, അതിന് മുമ്പായിട്ട് പെട്ടെന്ന് ചെയ്തോ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ കനക അതിനകത്ത് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് രണ്ടുപേരും കൂടെ പെട്ടെന്ന് ഒന്നും അറിയാത്ത കണക്ക് സെറ്റിൽ കയറി ഇങ്ങനെ കാലും വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ജലജ ജ്യൂസ് കൊണ്ടുവരികയാണ്. ജ്യൂസ് കൊണ്ടുവന്നിട്ട് 2 പേർക്കും കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ നവ്യ പറയുകയാണ്, ആ, ഇപ്പോൾ പറയുന്നതൊക്കെ അനുസരിക്കാനും അറിയാം അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ കനക പറയാണ്, ഇപ്പോൾ എല്ലാം ചെയ്യുന്നുണ്ട്, അറിഞ്ഞും കേട്ടും ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ജലജ പറയാണ്, പിന്നെ ചെയ്യാതിരിക്കുന്നത് എങ്ങനെ? മുകളിൽ നിന്നുള്ള ഓർഡറല്ലേ, നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം അടുത്ത് കൊണ്ടു തരണം എന്ന്, അതുകൊണ്ട് തന്നെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ആ ജ്യൂസ് 2 പേരും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് ജലജയുടെ മൊബൈൽ ഫോണിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ജലജ പറയാണ്, ഇത് ഞാൻ ചാർജിലിട്ടിട്ട് പോയതാണല്ലോ, ഇത് ആരാ ഊരിയിട്ടത് എന്നും പറഞ്ഞിട്ട് ജലജ വരികയാണ്. എന്നിട്ട് തിരിച്ച് അതെടുത്ത് ചാർജിൽ തിരിച്ച് ഇടാനായിട്ട് തുടങ്ങുവാണ്. അപ്പോൾ ആ സമയത്തിന് തന്നെ ആ ജ്യൂസും എടുത്തുകൊണ്ട് നമ്മുടെ കനകയും അതുപോലെ തന്നെ നമ്മുടെ നവ്യയും കൂടി മാറിപ്പോയി ഒളിഞ്ഞു നിന്നത് കാണുകയാണ്. അപ്പോൾ ആ സമയത്തിന് ജലജ ഫോൺ എടുത്ത് നോക്കിയിട്ട് പറയണം, ഇതിനിപ്പോൾ ചാർജിലിടേണ്ട ആവശ്യമില്ലല്ലോ, എന്നാലും ഇത് ആരായിരിക്കും ഊരിയിട്ടത്? എന്തായാലും ഇനിയിപ്പോൾ ചാർജിലിടേണ്ട, നിറച്ച ഫുൾ ചാർജുണ്ട് എന്നും പറഞ്ഞിട്ട് ജലജ ആ ഫോണും കൊണ്ട് പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ നവ്യ പറയാണ്, അമ്മേ അവർ നോക്കിയാണ്, അവർ ഫോൺ ചാർജിലിട്ടില്ലല്ലോ, ഫോണ് തിരിച്ചെടുത്തോണ്ട് പോവുമല്ലേ. അപ്പോൾ പറയണ, കൊണ്ടുപോട്ട് മോളെ, ഇപ്പോഴും കൊണ്ടുപോട്ടെ, കുറച്ച് കഴിയുമ്പോൾ എപ്പോഴായാലും അവളത് എന്തായാലും ഫോൺ ചാർജിൽ കുത്താതിരിക്കില്ലല്ലോ, എപ്പോഴെങ്കിലും കൊണ്ടുവന്ന് കുത്തിക്കോളുമല്ലോ, അപ്പോൾ കിട്ടിക്കോളും അവൾക്ക് പണി എന്നും പറഞ്ഞിട്ട് ഇവർ അമ്മയും മോളും കൂടി മാറി ഭയങ്കര സന്തോഷമായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ജലജ ആ സമയത്തിന് ആ ഫോണും കയ്യിലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ മെല്ലെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ ഇതാരായിരിക്കും എൻ്റെ ഫോൺ ഇങ്ങനെ എടുത്ത് ഈ വേല ചെയ്തത്, ഇതാരായിരിക്കും ചാർജ് ചെയ്ത് ഊരിയിട്ടത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് മാറി നിൽക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് നമ്മുടെ നയന വരികയാണ്. നയനയുടെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട്. അങ്ങനെ നേരെ അവിടേക്ക് വരികയാണ്. എന്നിട്ട് നയന ആ ഫോണിൽ ചാർജിൽ കുത്തിയിടാനായിട്ട് നമ്മുടെ ഫോൺ എടുത്ത് ഇങ്ങനെ ചാർജിലോട്ട് വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ നയന നിന്ന് ഇങ്ങനെ നിന്ന് ആവുകയാണ് നമ്മുടെ നയന. അതായത് നയനയ്ക്ക് നന്നായിട്ട് ഷോക്ക് അടിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ആദർശ് അങ്ങോട്ടേക്ക് വരികയാണ്. ആദർശ് അത് കാണുമ്പോഴത്തേക്ക്, അയ്യോ നയനെ എന്ത് പറ്റിയെന്ന് പറഞ്ഞ് വന്നിട്ട് ആദർശ് അവിടെ നിന്നൊരു കൊച്ചൊരു പൂച്ചട്ടി എടുത്തിട്ട് അത് വെച്ച് ഒറ്റ അടിക്ക് നയനയുടെ മൊബൈൽ ഫോൺ അങ്ങ് തെറിപ്പിക്കുകയാണ്. അപ്പോഴത്തേക്ക് എന്നിട്ട് ആ ഒരു പൂച്ചട്ടി എടുത്ത് ഇങ്ങനെ വലിച്ചെറിയുകയാണ്. ആ വലിച്ചെറിഞ്ഞ പൂച്ചട്ടി നേരെ വന്ന് നമ്മുടെ ജലജയുടെ തലയിലേക്ക് വീഴുകയാണ്. ജലജ അയ്യോ എന്ന് പറഞ്ഞ് തലയിൽ പൊത്തിപ്പിടിച്ച് വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തിനുണ്ടല്ലോ നമ്മുടെ ആ ഒരു അടിയുടെ ആഘാതത്തിൽ നമ്മുടെ നയന വന്നിട്ട് ഇങ്ങനെ മറിഞ്ഞ് ഇങ്ങനെ ഫ്രണ്ടിലോട്ടായിന്ന് നയനെ പിടിക്കാനായിട്ട് ആദർശ് ഇങ്ങനെ പിടിക്കുമ്പോൾ ബാലൻസ് തെറ്റിയിട്ട് ആദർശ് ഇങ്ങനെ വന്നങ്ങ് വീഴുകയാണ്. വീഴുമ്പോഴത്തേക്ക് നമ്മുടെ നയനയുണ്ടല്ലോ ആദർശിൻ്റെ നെഞ്ചത്തൂടെ ഇങ്ങനെ കമഴ്ന്നടിച്ചങ്ങ് വീഴുകയാണ്. അപ്പോഴത്തേക്ക് ആ ഒരു വീഴുന്ന വീഴ്ചയിൽ അവർ രണ്ടുപേരും പരസ്പരം കണ്ണിൽ കണ്ണാലെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ നയനയും ആദർശും കൂടി തമ്മിൽ അവർ പരസ്പരം കണ്ണാലെ ഇങ്ങനെ നോക്കി കണ്ണിൽ കുരുത്ത് ഇങ്ങനെ കണ്ണോട് കണ്ണ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്തിനുണ്ടല്ലോ നമ്മുടെ കനകയും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഈ കനകയും നവ്യയും ഈ കാഴ്ച കാണുകയാണ്. അത് കാണുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുകയാണ്. അപ്പോൾ നമ്മുടെ കനക പറയണ, എടി മോളെ, നമ്മൾ ജലജയെ ഉദ്ദേശിച്ചാണ് ചെയ്തെങ്കിലും ഉണ്ടല്ലോ, അത് ഇങ്ങനെ ഒരു നല്ലൊരു കാഴ്ചയിൽ ചെന്ന് കലാശിച്ചു, വാ നമുക്കിവിടുന്ന് പോവാം എന്നും പറഞ്ഞിട്ട് അമ്മയും മോളും കൂടി അവിടെ നിന്ന് പോവുകയാണ്. ഇതും കണ്ടുകൊണ്ട് നമ്മുടെ ജലജ നിൽക്കുകയാണ്. ജലജ ഉടനെ അങ്ങോട്ട് പാഞ്ഞു ചെല്ലുകയാണ്. ജലജ ചോദിക്കുകയാണ്, കൊള്ളാലോ, ബാക്കിയുള്ളവൻ്റെ തലമണ്ട അടിച്ചു പൊട്ടിച്ചിട്ട് നിങ്ങൾ രണ്ടെണ്ണം കൂടി റൊമാൻസ് കളിക്കുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നയനയും ആദർശം ചാടി പറിച്ച് 4 കാലും പറിച്ച് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ അപ്പച്ചി, എന്താ എൻ്റെ തലമണ്ട അടിച്ചു പൊട്ടിച്ചപ്പോൾ നിനക്ക് സമാധാനമായില്ലേ? അതിന് ഞാനപ്പച്ചി എന്ത് ചെയ്യാനാണ്? എടാ, നീ വലിച്ചെറിഞ്ഞ പൂച്ചട്ടി എൻ്റെ തലയിലല്ലേടാ വന്ന് വീണത്, എന്നിട്ട് എന്ത് ചെയ്തെന്നോ നോക്ക്, ഒരു ഉണ്ട പോലെ മുഴച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജലജ വരികയാണ്. അപ്പോൾ ആ സമയത്തിന് ആദർശ്
ആദർശ് പറയണ സോറി അപ്പച്ചി, ഇതേ ഇവളിങ്ങനെ ഷോക്ക് അടിച്ചപ്പോൾ ഞാൻ ഓർക്കാണ്ട് അത് വലിച്ചെറിഞ്ഞതാണ് എന്ന് പറയണേ. ഇവള് മനഃപൂർവ്വം ചെയ്യിച്ചതായിരിക്കും, ഇവളല്ലേ ആള് എന്നിങ്ങനെ പറയണേ. എന്നിട്ട് ജലജ പറയണ, നോക്ക് ഞാനിവിടെ എൻ്റെ മൊബൈൽ ചാർജിലിടാനായിട്ട് തുടങ്ങിയതായിരുന്നു, ചാർജിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഞാനത് എടുക്കാൻ വന്നപ്പോഴുണ്ടല്ലോ എൻ്റെ ഫോൺ ഊരി മാറ്റിയിരിക്കുന്നു. ഇവള് മനഃപൂർവ്വം ചെയ്തതാണ്. എന്നിട്ട് ഇവള് എനിക്ക് വേണ്ടിയിട്ട് എന്നെ ഷോക്ക് അടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഇവിടെ ചെയ്തു വെച്ചതാണ്, അത് അവൾക്ക് തന്നെ തിരിഞ്ഞു കൊത്തിയതാണ് എന്നിങ്ങനെ പറയണം. അപ്പോൾ നയന പറയണം, അപ്പച്ചി വെറുതെ ആവശ്യമില്ലാതെ പറയരുത്, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല, ഞാൻ അങ്ങനെ ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നവളല്ലെന്നേ ആദർശേട്ടന് നന്നായിട്ട് അറിയാം. അപ്പോൾ ഉടനെ ആദർശ് പറയണം, അത് അപ്പച്ചി എന്തായാലും നയന അങ്ങനെയൊന്നും ചെയ്യില്ല, അപ്പച്ചിയല്ലേ സാധാരണ ഇങ്ങനെയുള്ള വേലകളൊക്കെ ചെയ്യുന്നത്. എടാ നീ വന്ന് അപ്പച്ചിയെ ചോദ്യം ചെയ്യാറായോ, അപ്പച്ചിയെ കളിയാക്കാറായോടാ നീ എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ ആദർശ് പറയണം, എൻ്റെ അപ്പച്ചി കൊടുത്ത കൊല്ലത്തും കിട്ടും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ജലജ പറയണം, എനിക്ക് നന്നായിട്ടറിയാം ഇതെല്ലാം ഇവളുടെ ബുദ്ധിയാണ് എന്നിങ്ങനെ പറയണം. അപ്പോൾ നയന പറയണം, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ എന്നെ വലിച്ചഴിക്കണ്ട, ഞാൻ എന്തായാലും അങ്ങനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ജലജ പറയണം, എടി ഇതിനെ ഞാൻ ശരിയാക്കി തന്നേക്കാം, നീ ഇങ്ങനെയാണെങ്കിലുണ്ടല്ലോ നീ നല്ല രീതിയിൽ പോകൂല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. നീ ഇങ്ങനെയൊക്കെ ആണെങ്കിലേ നീ എന്നെ കൊല്ലാനും മടിക്കില്ലല്ലോടി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ ആദർശ് അങ്ങ് നടന്നങ്ങ് പോവുകയും ചെയ്തു. അപ്പോഴാണ് നമ്മുടെ നയന പറയണത്, ആ കയ്യിരിപ്പ് ശരിയല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചെന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയനെ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ആകെ തുള്ളി വിറച്ച് ആകെ നാശമായിട്ട് നമ്മുടെ ജലജ ഇങ്ങനെ നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് തീരുകയാണ്. ഇന്നത്തെ പത്തനംമാറ്റ സീരിയലിൻ്റെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. എനിക്ക് കമൻ്റ് ഇടുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും എല്ലാ ചങ്കുകൾക്കും എൻ്റെ 1000 നന്ദി ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. വീണ്ടും കമൻ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ ഈ ചാനലിനെ പറ്റി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്തേക്കുക. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ ഞാൻ നാളെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.